റൗണ്ട് ഷേപ്പിലുള്ള ഒരു വാനില സ്പഞ്ച് കേക്കിനെ ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാർട്ട് ഷേപ്പ് കേക്കാക്കി മാറ്റുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. കേക്ക് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ആദ്യമേ കേക്ക് ടിന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കേക്ക് ടിന്നിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാം. ഈ കേക്കിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്ക് ടിന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് എടുത്ത് വെക്കണം. അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ 1 കപ്പ് മൈദാ മാവ് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറി കിട്ടും. പിന്നെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും മൈദാമാവും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടുകയും ചെയ്യും. ഇത് നമ്മൾ ഒരു 3 തവണയെങ്കിലും നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് അരിച്ച് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് 4 മുട്ട ഉടച്ചൊഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ 4 മുട്ട ഉടച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇതൊരു ബീറ്റർ വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. മുട്ടയൊക്കെ ഒന്ന് പതഞ്ഞ് വരുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ മുട്ട ഏകദേശം ഒന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തതാണ്. ഇതിപ്പോൾ 1 കപ്പുണ്ട്. ഇതും കൂടി നമ്മൾ ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ പഞ്ചസാര പൊടിച്ചത് നമ്മൾ ഒന്നിച്ച് ചേർക്കാൻ പാടില്ല. കുറേശ്ശായിട്ട് ചേർത്തിട്ട് വേണം ഇത് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ എഗ്ഗൊക്കെ നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് ടൈം ബീറ്റ് ചെയ്ത് എടുക്കരുത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് നമ്മൾ ആദ്യമേ എടുത്ത് വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുക. അത് നമ്മൾ 2-3 തവണയായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, ഒന്നിച്ചിട്ട് കൊടുക്കരുത്. എന്നിട്ട് അതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് വീണ്ടും ഫോൾഡ് ചെയ്തെടുക്കുക. അങ്ങനെ 2-3 തവണയായിട്ട് വേണം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മളിനി കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കേക്ക് ടിന്ന് നമ്മൾ ആദ്യമേ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇത് 1-2 തവണയൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്ന പാത്രത്തിലേക്ക് ഈ കേക്ക് ടിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് അതിന് മുകളിലേക്ക് ഞാൻ ഒരു വെയിറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ ഒരു 35 മിനിറ്റിന് ശേഷം മാത്രമേ ഓപ്പൺ ചെയ്യാവുള്ളൂ. അപ്പോൾ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 35-40 മിനിറ്റോളം ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. സ്ക്യൂർ ഇൻസേർട്ട് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് തണുത്ത് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഡീമോൾഡ് ചെയ്തെടുക്കാവുള്ളൂ. അപ്പോൾ ഞാൻ കേക്കിൻ്റെ മുകൾ ഭാഗം കുറച്ചൊന്ന് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ ആദ്യമേ ഇട്ട് കൊടുത്ത ബട്ടർ പേപ്പറും കൂടി ഒന്ന് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് 2ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ 2 ലെയറായിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ചു. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട വിപ്പിംഗ് ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കണം. ഞാനിപ്പോൾ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ആദ്യമേ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ക്രീമൊക്കെ ബീറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് കേക്കിൽ ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മൾ കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം തേച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഐസിങ് ചെയ്യുമ്പോൾ കേക്ക് മൂവായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കേക്ക് ബോർഡിൽ ക്രീം തേച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വാനില സ്പഞ്ച് അതിലേക്ക് വെച്ച് കൊടുത്തു. എന്നിട്ട് അതിന് മുകളിൽ നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ലെയറിൽ ക്രീം തേച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഐസിങ് നൈഫ് വെച്ചിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇതിന് മുകളിലേക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഈ ലെയറിന് മുകളിൽ നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കണം.
അപ്പോൾ ഞാൻ കേക്കിന് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തു. ഇത് നമ്മൾ താഴെയുള്ള ലെയറാണ് ഫസ്റ്റ് ലെയറായിട്ട് വെച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിന് മുകളിൽ നമ്മൾ ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഫസ്റ്റ് ലെയറിലും ഐസിങ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 3 ലെയറായിട്ട് കട്ട് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയറിലും കൂടി ഐസിങ് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ കേക്കിനെ ഹെഡ് ഷേപ്പ് കേക്കാക്കി കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യമേ ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒരേ വലുപ്പത്തിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യമേ നമ്മൾ കേക്കിനെ ഡിവൈഡ് ചെയ്യുന്നത് പോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് നടുവിലൂടെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ട്രയാങ്കിൾ പോലെ അതിന് 2 സൈഡിലും നമ്മൾ വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ 2 സൈഡിൽ നിന്നുമാണ് കട്ട് ചെയ്ത് മാറ്റാനുള്ളത്. അപ്പോൾ ആ 2 സൈഡ് ഞാനിപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ സൈഡ് ഫുള്ളൊന്ന് കവർ ചെയ്യുന്നത് പോലെ ക്രീം തേച്ച് കൊടുക്കണം. നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച ആ ഭാഗം നമ്മൾ ഇതിലേക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ക്രീം തേച്ച് കൊടുത്തെങ്കിൽ മാത്രമേ അത് നന്നായിട്ടൊന്ന് ഒട്ടിയിരിക്കത്തുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ കേക്കിൻ്റെ സൈഡിലെല്ലാം ഫുള്ളൊന്ന് ക്രീം തേച്ച് കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ ഇനി കട്ട് ചെയ്ത് മാറ്റി വെച്ചത് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇത് വീണ്ടും ക്രീം കൊണ്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും ഫുള്ളും ഒന്ന് കവർ ചെയ്ത് ക്രീം തേച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ സൈഡിലെല്ലാം ക്രീം തേച്ച് ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ കേക്ക് ഹേർട്ട് ഷേപ്പായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തതാണ്. എന്നിട്ട് ഞാൻ വീണ്ടും ക്രീം തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും നമ്മൾ ഫുള്ള് ക്രീം കൊണ്ടൊന്ന് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കേക്ക് ഫുള്ളൊന്ന് കവർ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഒരു സ്റ്റാർ നോസിൽ വെച്ചിട്ട് കേക്കിൻ്റെ സൈഡിലൊന്ന് ബോർഡർ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സൈഡ് ഫുള്ള് ബോർഡർ വരച്ച് കൊടുത്തു. അതിനുശേഷം ഞാൻ പിങ്ക് കളർ യൂസ് ചെയ്തിട്ടാണ് അതിനുള്ളിലും കൂടി ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ സ്റ്റാർ നോസിൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ പിങ്ക് കളറിലെ ഡിസൈൻ നമ്മൾ 3 ലെയറാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ 3 നമ്മൾ പിങ്ക് കളർ തന്നെ കൊടുത്തു. അതിനുശേഷം നമുക്ക് വീണ്ടും വൈറ്റ് കളറിൽ നമ്മൾ ആദ്യമേ ചെയ്ത അതേപോലെ തന്നെ അടുത്ത ലെയർ വൈറ്റ് കളറിൽ കൊടുക്കാം. ഇനി നമ്മൾ കേക്കിൻ്റെ ബോട്ടത്തിലും കൂടി ഒന്ന് ബോർഡർ വരച്ച് കൊടുക്കണം. ആദ്യം നമ്മൾ വൈറ്റ് കളറിൽ ഒന്ന് ബോർഡർ വരച്ച് കൊടുക്കുക. അതിന് മുകളിൽ നമ്മൾ വീണ്ടും പിങ്ക് കളറിൽ ഒന്നും കൂടി ഒന്ന് ബോർഡർ വരച്ച് കൊടുക്കണം.
അപ്പോൾ നമ്മൾ താഴെയും ബോർഡർ വരച്ച് കഴിഞ്ഞു. അതിനുശേഷം ഞാൻ അതേ പിങ്ക് കളർ യൂസ് ചെയ്തിട്ട് സൈഡിലും കൂടി ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ സൈഡിലെല്ലാം ഡിസൈൻ ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ കേക്കിൻ്റെ ഭംഗി ഒന്നുകൂടി ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് റോസറ്റ ഡിസൈനും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഗ്രീൻ കളറിൽ കുറച്ച് ലീഫും കൂടി ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡിസൈനിങ് ഒക്കെ കഴിഞ്ഞു. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്